ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ലോക ചാപ്റ്റർ 1 ചന്ദ്ര 19-ാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. ഇവിടെ 1361 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 1,23,000 ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നു. 33% ഒക്യുപ്പൻസി. ഈ ഒരു തിങ്കളാഴ്ച 4-ാം വാരത്തിലേക്ക് കടക്കുന്ന തിങ്കളാഴ്ച 19-ാം ദിനത്തിൽ നമുക്ക് വലിയ ഇടിവ് തന്നെ കാണുന്നു. ഇന്നലെ വരെ 75% ഒക്യുപ്പൻസി ഉണ്ടായിരുന്ന സ്ഥലത്ത് 32-33% എത്തുകയാണ്. ഇവിടെ ഇന്ന് സിനിമയുടെ കളക്ഷനായി വന്നിരിക്കുന്നത് 2,07,00,000 രൂപയോളമാണ് ഇതുവരെ വന്നിരിക്കുന്നത്. അതായത് ഫൈനൽ ട്രാക്ഡ് കളക്ഷൻ വരുമ്പോൾ നമുക്ക് 2,50,00,000 രൂപയ്ക്ക് അടുത്ത് വരും. അതായത് ഇന്ന് സിനിമ 2,80,00,000 രൂപ ആ റേഞ്ചിലേക്കായിരിക്കാം ഫൈനൽ ഗ്രോസ് വരാൻ പോകുന്നത്. എന്താണേലും ഈ ഒരു തിങ്കളാഴ്ചയും മികച്ച രീതിയിലുള്ള ഒരു കളക്ഷൻ തന്നെയാണ് സിനിമയ്ക്ക് വരുന്നത്. ഇന്ന് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു 6 കോടിയോളമായിരിക്കുമെന്നുള്ളതാണ്. കേരളത്തിൽ നിന്ന് നമ്മൾ 2.5 കോടിക്ക് മുകളിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1 കോടിക്ക് മുകളിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ 1.5 കോടിക്ക് മുകളിലേക്ക് എന്നാണെങ്കിൽ പറയാം. ഇനിയും അന്യ ഭാഷകൾ കടലുകൾ താണ്ടി ഓവർസീസിൽ ചെല്ലുമ്പോൾ അവിടെ നിന്നും നമ്മൾ ഒരു 3 കോടിക്കടുത്ത് അല്ലെങ്കിൽ 2 കോടിയോളം കിട്ടുമെന്നുള്ള ആ ഒരു പ്രതീക്ഷ. എന്താണേലും മികച്ച രീതിയിലുള്ള ഒരു കളക്ഷൻ വരുന്നു. സിനിമ ഇതിനോടകം തന്നെ 250 കോടി കടന്ന് ഇന്നത്തെ ദിവസം കൊണ്ട് 256 കോടിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിലുമാണ്. നമുക്ക് സിനിമയുടെ ഇന്നലെ വരെയുള്ള ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ലോകയുടെ 18 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ടെറിട്ടറി വൈസ് പറയുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് സിനിമ 88 കോടിയാണ് 18 ദിവസം കൊണ്ട് നേടിയത് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 49 കോടി 36 ലക്ഷം രൂപയാണ്. അതായത് ഇന്ത്യ ടോട്ടൽ 137 കോടി 86 ലക്ഷം രൂപ എന്ന് പറയാം. GCCയിൽ നിന്ന് 7.80 മില്യൺ ഡോളർ വന്നപ്പോൾ USA കാനഡയിൽ നിന്ന് 1.94 മില്യൺ ഡോളറും UK അയർലൻഡിൽ നിന്ന് 1.35 മില്യൺ ഡോളറുമാണ്. ഓസ്ട്രേലിയ ന്യൂസിലാൻഡിൽ നിന്ന് $680K നേടിയപ്പോൾ യൂറോപ്പ് റെസ്റ്റ് ഓഫ് വേൾഡിൽ നിന്ന് $630K എന്നുള്ള ലെവലിലാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. ഓവർസീസിൽ നിന്ന് 12.40 മില്യൺ, അതായത് 109.36 കോടി രൂപ വന്നു. മൊത്തം 247 കോടി 22 ലക്ഷം രൂപ എന്നുള്ളതാണ്. ഇതിൽ ചെറിയ വേരിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടല്ല അങ്ങോട്ട് വരാം. അതായത് 249 കോടി വരെ എത്താനുള്ള കാര്യങ്ങളുണ്ട് പലയിടത്തും. അല്ലെങ്കിൽ ഇതൊരു ട്രാക്ഡ് കളക്ഷൻ ആയതുകൊണ്ട് തന്നെ എന്താണേലും ഇവിടെ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, 19-ാം ദിനം 250 കോടി കടന്നു എന്നുള്ള ഒഫീഷ്യൽ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. അതിനിടയിൽ ഇനിയും സിനിമയ്ക്ക് തകർക്കാനുള്ളത് എമ്പുരാൻ്റെ ആ ഒരു റെക്കോർഡാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇൻഡസ്ട്രി ഹിറ്റ് എന്നുള്ള ആ ഒരു മേഖലയാണ്. അതായത് എമ്പുരാൻ്റെ പുറത്തു വരുന്ന കളക്ഷനായി വരുന്നത് 263 കോടി എന്നുള്ളതാണ്. അതായത് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കളക്ഷൻ കഴിയുമ്പോൾ സിനിമയ്ക്ക് ഏകദേശം 9 കോടി അല്ലെങ്കിൽ ആ റേഞ്ചിലാണ് വരാൻ പോകുന്നത്. വരുന്ന 2 അല്ലെങ്കിൽ 4 ദിവസത്തിനുള്ളിൽ തീർച്ചയായും ആ റെക്കോർഡ് തീരുമെന്നുള്ളത് ഉറപ്പിക്കുകയാണ്. ഇനിയുള്ളത് മറ്റൊരു റെക്കോർഡാണ്. ഇന്നത്തെ കളക്ഷനോട് കൂടി സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 91 കോടിയിലേക്ക് എത്തുകയാണ്. അവിടെ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാനായിട്ട് സിനിമയ്ക്ക് വേണ്ടത് 118 കോടിയാണ്. അതായത് ഒരു 27 കോടിയോളം സിനിമ നേടേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. വരുന്ന ആഴ്ചകളിൽ സിനിമ ആ ഒരു കളക്ഷനിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയുമാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.